കാലടി മങ്കുഴി ഹോളി ഫാമിലി ചർച്ച് ഇടവക അംഗമാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2021 ഒക്ടോബറിലാണ്. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ടുള്ള കാരണം ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സൗദിയിലും ഹസ്ബൻഡ് ദുബായിലും ആയിരുന്നു. എൻ്റെ കുഞ്ഞു നാട്ടിലും. ഞങ്ങളങ്ങനെ 3 രാജ്യത്തായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾക്ക് ഒന്ന് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഞാൻ സൗദിയിൽ നിന്ന് ജോലി നിർത്തി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ദുബായിലേക്ക് പോകണം എന്നുള്ള ഇതിന് ഫസ്റ്റ് വെച്ചു. അങ്ങനെ ഞാൻ DHA പരീക്ഷയ്ക്ക് ഒരുങ്ങി. പക്ഷേ എനിക്ക് 2 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ DHA പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ 2 ആഴ്ച കൊണ്ട് DHA പരീക്ഷ പഠിച്ചു. പക്ഷേ മുഴുവനും പഠിച്ച് തീർക്കാൻ പറ്റിയില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശുരൂപമായിട്ട് പോയി പരീക്ഷ എഴുതി. ഞാൻ പരീക്ഷയുടെ സമയത്ത് ആ സിസ്റ്റത്തിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം മുട്ടിച്ച് പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതി ഇറങ്ങി. പരീക്ഷ എനിക്ക് നല്ല പാടായിരുന്നു. ഞാൻ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ അമ്മേനോടും ഹസ്ബൻഡിനോടും പറഞ്ഞു ഞാൻ പാസ്സാവുമോ എന്ന് അറിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ അത്ഭുതകരമായി ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ DHA പരീക്ഷ പാസ്സായി. പരീക്ഷ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മാതാവ് എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂ തന്നു. അവിടെ നല്ലൊരു ജോലി ലഭിച്ചു. അത്യാവശ്യം നല്ല ശമ്പളത്തിൽ തന്നെ മാതാവ് എന്നെ അവിടെ ജോലിക്ക് കയറ്റി. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നു. 2ാമത്തെ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് എൻ്റെ നാത്തൂൻ്റെ കല്യാണം. അവൾ ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് അയണിൻ്റെ കുറവ് മൂലം അവളുടെ മുടി കൊഴിഞ്ഞു പോയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കൊരു കല്യാണക്കാര്യം നല്ലത് വരുമോയെന്ന് ഓർത്ത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനെ കൊണ്ട് അവൾക്കുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിച്ച് പോയി. 3 വർഷമായിട്ട് അവൾക്ക് കല്യാണം ആലോചിക്കുമായിരുന്നു. നല്ലൊരു കാര്യം വരാൻ ബുദ്ധിമുട്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് പോയതിന് ശേഷം 2-3 മാസം കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു കാര്യം വന്നു. അങ്ങനെ അവളുടെ കല്യാണം നടന്നു. എൻ്റെ നാത്തൂനാണ് നിൽക്കുന്നത്. ഈ ഏപ്രിൽ 19-ാം തീയതി ആയിരുന്നു അവളുടെ വിവാഹം കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ കല്യാണം ഭംഗിയായി നടന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് അവർ 2 പേരെയും കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് പറഞ്ഞായിരുന്നു. മാതാവ് അവളുടെ കല്യാണം ഏറ്റവും ഭംഗിയായി നടത്തി തന്നു. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി ഒരു കുറവും കൂടാതെ ആയിരുന്നു ആ വിവാഹം നടന്നത്. 3ാമതായിട്ട് എൻ്റെ ഭർത്താവിന് ജോലിയിൽ 5 വർഷമായിട്ടും ശമ്പളത്തിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് അത്ഭുതകരമായിട്ട് 1 വർഷത്തിൽ തന്നെ 2 പ്രാവശ്യം ഹസ്ബൻഡിൻ്റെ സാലറി കൂട്ടി. ഇപ്പം അത്യാവശ്യം നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. പിന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തൊരു കാര്യമായിരുന്നു. ഞാൻ സൗദിയിൽ ജോലി ചെയ്യണ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ഒരു കൊറോണ വന്നത്. കൊറോണ വന്ന് അവിടെ ഫ്ലൈറ്റ് മുഴുവനും ക്ലോസ് ചെയ്തായിരുന്നു. എനിക്ക് 2 ഫ്ലൈറ്റ് കയറിയിട്ടാണ് സൗദിയിൽ നിന്ന് നാട്ടിലെത്തേണ്ടത്. പക്ഷേ ഞാൻ 9 മാസം ഗർഭിണി ആയിരുന്നുകൊണ്ട് തന്നെ ഫ്ലൈറ്റും ഇല്ലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു എങ്ങനെ നാട്ടിലെത്തുമെന്ന്. എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കാണെങ്കിലും കൊറോണ പേഷ്യൻസിനെ നോക്കണം. ഞാൻ അവിടെ ഡെലിവറി ചെയ്താൽ എനിക്ക് ആരും ഹെൽപ്പ് ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ അവിടുന്ന് 8 മണിക്കൂർ കാറിൽ യാത്ര ചെയ്താണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തിയത്. 9 മാസമുള്ള ഞാൻ അവിടുന്ന് 6 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് കോഴിക്കോട് വന്നു. കോഴിക്കോട് നിന്ന് പിന്നെ 4 മണിക്കൂർ യാത്ര ചെയ്ത് എൻ്റെ വീട്ടിലെത്തി. 9 മാസമുള്ള എനിക്ക് എൻ്റെ കൊച്ചിന് വെയിറ്റ് കൂടുതലായിരുന്നു, 4 കിലോ ഉണ്ടായിരുന്നു. എനിക്ക് സൗദിയിൽ വെച്ച് ഒത്തിരി ബുദ്ധിമുട്ടുകളായിരുന്നു, നടക്കാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷേ ഇത്രയും യാത്ര ചെയ്തപ്പോഴൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. എൻ്റെ അമ്മയ്ക്ക് മാതാവ് കാണിച്ചു കൊടുത്തു ഞാൻ അവിടെ നടക്കണം ബുദ്ധിമുട്ട് പോലും ഇല്ലാണ്ട് ഞാൻ നാട്ടിലെത്തുമെന്ന്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പോലും തോന്നാത്ത രീതിയിൽ ഞാൻ സുഖമായി എൻ്റെ വീട്ടിൽ വന്നു. 9ാമത്തെ ദിവസം എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ മാതാവ് തന്നു. എനിക്ക് പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുടുംബത്തിനും 1000 നന്ദി.